പാകിസ്ഥാനുമായുള്ള ബാന്ധവം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് വേഗത കൂട്ടിയിരിക്കുകയാണ് അമേരിക്ക. അതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്ക അംഗീകാരം നൽകിയ കോടികളുടെ പ്രതിരോധ ഇടപാട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ നെടുംതൂണായ അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനങ്ങളുടെ നവീകരണത്തിനും മറ്റുമായി ഏകദേശം 6191 കോടി രൂപയുടെ വമ്പൻ ഇടപാടിനാണ് അമേരിക്കയും പാകിസ്ഥാനും കൈകൊടുത്തിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ദിനംപ്രതി വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്കയുടെ ഈ സഹായം എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ട്രംപിന്റെ ഈ നടപടി ഇന്ത്യക്കുള്ള മുന്നറിയിപ്പാണോ? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പാകിസ്ഥാന് F-16 യുദ്ധവിമാനങ്ങൾക്കുള്ള നൂതന സാങ്കേതിക വിദ്യ കൈമാറുന്നതിനുള്ള സുപ്രധാന കരാറിനാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക അംഗീകാരം നൽകിയത്. ലിങ്ക് 16 സിസ്റ്റങ്ങൾ, ക്രിപ്റ്റോഗ്രാഫിക് ഉപകരണങ്ങൾ, ഏവിയോണിക്സ് അപ്ഡേറ്റുകൾ ഉൾപ്പെടെയുള്ളവയാണ് കരാറിൽ ഉൾപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ പക്കൽ ഏകദേശം 70 മുതൽ 80 വരെ F-16 യുദ്ധവിമാനങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഈ ഫ്ലീറ്റ് നിലനിർത്തുന്നതിനായി 2022 US അംഗീകരിച്ച അറ്റകുറ്റപ്പണി കരാറിന്റെ ഭാഗമാണ് നിലവിലേത് എന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് വിശാലമായ US പാകിസ്ഥാൻ ഉഭയകക്ഷി ബന്ധത്തിന്റെ ഒരു പ്രധാന ഭാഗമാണെന്നും വിലയിരുത്തലുണ്ട്. F-16 വിമാനങ്ങൾക്കായുള്ള $649 മില്യൺ നവീകരണ കരാർ കൂടാതെ $37 മില്യൺ വിലമതിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങളുമുണ്ട് ഈ പാക്കേജിൽ. സൈനിക വിമാനങ്ങൾ, കപ്പലുകൾ, കരസേനകൾ എന്നിവയ്ക്കിടയിൽ സുരക്ഷിതമായി തത്സമയം ആശയവിനിമയം അനുവദിക്കുന്ന ഡാറ്റാ ലിങ്ക് നെറ്റ്വർക്കും ഉൾപ്പെടുന്നു. ഈ നീക്കത്തിലൂടെ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് എന്നാണ് സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ കൂടുതൽ ആയുധങ്ങൾ വാങ്ങണമെന്ന് ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പാകിസ്ഥാന്റെ F-16 നവീകരണത്തിന് US അനുമതി നൽകുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ അമേരിക്കൻ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങാനുള്ള പദ്ധതി ഇന്ത്യ ഉപേക്ഷിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വില കുറഞ്ഞ റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങിയത് ഇഷ്ടപ്പെടാതിരുന്ന ട്രംപ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്തിയത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന് പലതവണ അവകാശപ്പെട്ടിട്ടും അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാതിരുന്നതും ട്രംപിന്റെ വിമുഖതയ്ക്ക് കാരണമായി എന്നാണ് വിലയിരുത്തൽ. അതേസമയം ട്രംപാണ് പ്രധാന പങ്ക് വഹിച്ചത് എന്നായിരുന്നു പാകിസ്ഥാന്റെ നിലപാട്. പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന് വൈറ്റ് ഹൌസിൽ വിരുന്ന് നൽകുന്ന അപൂർവ കാഴ്ചയ്ക്ക് വരെ ലോകം സാക്ഷിയായതുമാണ്. നിലവിലെ കരാർ സമീപ വർഷങ്ങളിൽ പാകിസ്ഥാന് ലഭിച്ച ഏറ്റവും ഉദാരമായ സുരക്ഷാ സഹായ പാക്കേജുകളിൽ ഒന്നാണെന്നാണ് കരുതപ്പെടുന്നത്. ഇതിലൂടെ 2040 വരെ നിലവിലെ F-16 ഫ്ലൈറ്റ് നിലനിർത്താൻ പാകിസ്ഥാൻ സാധിക്കുകയും ചെയ്യും. ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് ബലൂചിസ്ഥാനിലെ പസ്നി തുറമുഖം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതേസമയം ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ പാകിസ്ഥാനെ സഹായിക്കാനും അമേരിക്കൻ സേനയുമായി ചേർന്ന് പ്രവർത്തിക്കാനുമുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് ഈ സഹായമെന്നാണ് അമേരിക്കയുടെ ന്യായീകരണം. ദക്ഷിണേഷ്യയിലെ മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതെങ്ങനെയാകും ഇന്ത്യയെ ബാധിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.